ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഇനി സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെ രാവണനോട് യുദ്ധത്തിന് ഇറങ്ങുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടിനാൻ. ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോടു, യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക കുണ്ഠതയെന്നിയേ കൊൽക ദശാസ്യനേ. മാരുതി ചൊന്നതു കേട്ടു രഘൂത്തമൻ ആരുഹ്യ തൽകണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ, നിന്നെ അടുത്തു കാൺമാൻ കൊതിച്ചേൻ തുലോം. ഇന്നതിന്നാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുടെ മുമ്പിൽ അരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ ദശവക്രനും. ഘോരമായി വന്നിതു പോരുമന്നേരത്ത് വാരാനിധിയും ഇളകിമറിയുന്നു. മാരുതി തന്നെയുമെയ്തു മുറിച്ചിതു ശൂരനായോരു നിശാചര നായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതിധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. ആലസ്യമായിതു ബാണമേറ്റന്നേരം പൗലസ്ത്യ ചാപവും വീണിതു ഭൂതലേ. നക്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവാരൂഢ താപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്താനാമയം പാരം നിനക്കുണ്ടു മാനസേ. പോയാലുമിന്നു ഭയപ്പെടായി കേതുമേ, നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോ ധനത്തിനു നാളെ വരണം നീ. കാകുൽസ്ഥവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. ഇതുപോലെ ഒരാളെ ഇവിടെ കാണാൻ കഴിയും. ശ്രീരാമൻ രാവണനെ പറഞ്ഞയക്കുകയാണ്. യുദ്ധത്തിൽ ക്ഷീണിതനായ രാവണനെ വേണമെങ്കിൽ ഒറ്റമ്പുകൊണ്ട് ഇത് കൊല്ലാമായിരുന്നു രാമന്. പക്ഷേ അത് വീരന്മാർക്ക് ചേർന്ന കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് രാവണന് ഒരവസരം കൂടി കൊടുക്കുകയാണ്. നീ ഇന്ന് മടങ്ങിച്ചെല്ലുക, പൂർവാധികം ശക്തിയോടുകൂടി ഒരിക്കൽ കൂടി യുദ്ധത്തിനായി വന്നെത്തുക എന്ന് പറഞ്ഞ് രാവണനെ തിരിച്ചയക്കുകയാണ്. രാമൻ്റെ മനസ്സിലൊട്ടും വിദ്വേഷഭാവമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത്. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ
പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികളോർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയുമർത്ഥ പുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുതാനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജംഭാരി മുമ്പാം നിലിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യ നിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. പലപ്പോഴും ജീവിതത്തിൻ്റെ അവസാന നാളുകൾ അടുക്കുമ്പോഴാണ് നമുക്ക് പല തിരിച്ചറിവും ഉണ്ടാകുന്നത്. ചെയ്തുപോയ അപരാധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയും അതോർത്തുള്ള പശ്ചാത്താപവുമൊക്കെ ആ ഒരു ഘട്ടത്തിലാണ് ഉണ്ടായെന്ന് വരിക. രാവണനെ സംബന്ധിച്ച് താൻ ചെയ്തുപോയ തെറ്റുകൾ രാവണൻ ഒന്ന് ഓർമ്മിക്കുകയാണ്, ഓർമ്മിച്ചെടുക്കാൻ പരിശ്രമിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ നാശത്തിൻ്റെ സമയമടുത്തു എന്ന് രാവണൻ തിരിച്ചറിയുന്നുണ്ട്. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നിയുണർന്നീടുമാറിൽ ഉറങ്ങി തുടങ്ങിയിട്ടവനുമി 9 നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങളൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനകദുന്ദുബി മുഖ്യവാദ്യങ്ങളും ആന തേർക്കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിനാനെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചുരിഞ്ഞിടിനാർ കുംഭകർണശ്രവണാന്തരെ. പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജൃംഭാസമാരംഭമോടുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നീടിനാൻ. ക്രവ്യങ്ങളാദിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധൗ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. രാവണന്റെ നിയോഗപ്രകാരം കുംഭകർണനെ എല്ലാവരും ചേർന്ന് വിളിച്ചുണർത്തുകയാണ്. ഉറങ്ങിയിട്ട് 9 ദിവസമേ ആയിരുന്നുള്ളൂ. എങ്കിലും വലിയ പ്രവൃത്തികളൊക്കെ ചെയ്ത് കുംഭകർണനെ ഉണർത്തുകയാണ്. കുംഭകർണനോട് രാവണൻ പറയുന്നു, നീ ഏതു വിധേനയും രാമനെ കൊല്ലണം. സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീംനി കൊണ്ടെന്നു വെച്ചിടിനെൻ. വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു
വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എയ്തു മുറിച്ചാൻ ജിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും. നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേൾ. നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തു കാൺ. നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലെടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലൽ വരുത്തുമാവത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർത്ഥപുരുഷകാരാദി ഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പഥ്യം പറയുമമാത്യനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോം. കുംഭകർണൻ ഉണർന്നു വന്ന ഉടനെ തന്നെ സഹായിക്കുമെന്നായിരുന്നു രാവണൻ പ്രതീക്ഷിച്ചത്. എന്നാൽ രാക്ഷസനായ കുംഭകർണൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ അമൃത സമാനമാണ്. കുംഭകർണൻ നല്ല വാക്കുകളാണ് പറയുന്നത്. രാവണ, ചിന്തിച്ചു വേണം പ്രവർത്തിക്കാൻ. മൂഢന്മാരായ മന്ത്രികളുടെ വാക്കുകൾ കേട്ട് രാജ്യം ഭരിക്കാൻ പുറപ്പെട്ടാൽ ആ ഭരണം പിഴച്ച ഭരണമാകാനേ വഴിയുള്ളൂ. രാവണ, നിന്റെ ചെയ്തികളൊക്കെ തെറ്റാണ് എന്ന ഒരു സന്ദേശമാണ് കുംഭകർണൻ നൽകുന്നത്. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാതി മുഴുത്തും മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു. ബളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തു പൂക്കുവാനാവതല്ലാതവണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രിഞ്ചരാതിഭ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. എല്ലാം ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടത് കൊണ്ടാണ് രാവണ. നിന്റെ മനസ്സിലെ തെറ്റായ സങ്കല്പങ്ങളാണ് ഈ നാട്ടിനു പോലും ഭീഷണി ഉണ്ടാക്കി തീർത്തത്. സീതയെ കട്ടുകൊണ്ടുന്നത് ശരിയായില്ല. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടു പോയാൽ നാം ഒരാപത്തിൽ നിന്ന് മറ്റൊരാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. ഇന്ദ്രിയങ്ങളെ ജയിച്ച മനുഷ്യനാണ് ഈ ലോകത്തെ ജയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും തന്നിലേക്ക് അടക്കി നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്ന് രാമായണം പഠിപ്പിക്കുകയാണ്. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ
ഇന്ദീവരദള ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവെടോ, ഭക്തിയല്ലോ സദാം മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാത്തോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും, സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ, നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ, മാനുഷാകാരനാം രാമനാകുന്നതും താരകബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും. ശ്രീരാമദേവനെ ഭജിച്ചു വസിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു. രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മനാ കണ്ടു കണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ചു. നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുകാനന്ദമൂർത്തിയേ. രാമനെ ഭജിക്കുന്നതാണ് നല്ലത്. രാമൻ സാക്ഷാൽ നാരായണൻ തന്നെയാണ്. അത് മനസ്സിലറിഞ്ഞുകൊണ്ട് രാമനെ നീ പൂജിക്കണം എന്ന ഉപദേശമാണ് കുംഭകർണൻ രാവണന് നൽകുന്നത്. സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്ത ദശാസ്യനും ചൊല്ലിനാൻ, ജ്ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചുകൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകളിത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നുത്തുങ്ക ശൈലാരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം 1000 ഭാരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവുകൊണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസൻ ഏവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇത്തം രഘൂത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. പ്രാതാ വിഭീഷണൻ ഞാൻ ഭവദ്ഭക്തിമാൻ
പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തതു കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു, ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണ പ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമി പ്രപഞ്ചമല്ലോ മിനിപ്പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളുമോടിത്തുടങ്ങിനാൻ നാനാദിഗന്തരേ. മത്തഹസ്തീന്ദ്രനെപ്പോലെ കവികളെ 100,000 കൊന്നാനരക്ഷണാൽ മർക്കടരാജൻ അതുകൊണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിതു മാറിൽ തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തതുകൊണ്ടതിവിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയുമുക്കോടെടുത്തുകൊണ്ടുത്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാർ ആലസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കടരാജൻ അതേറ്റു മോഹം വെടിഞ്ഞുൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചു കൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നാൻ അതിദ്രുതം. ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്ത്രത്തിലാക്കിയടയ്ക്കും അവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ. തഥാ രക്ഷോവരനുമന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താൻ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ. യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്തമേതു ഖണ്ഡിച്ചാനതു വീണുമിന്ദ്രാരികൾ പലരും മരിച്ചിടിനാ. ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം. അർദ്ധചന്ദ്രാകാരമായ
രണ്ടമ്പുകൊണ്ടുത്തങ്ക പാദങ്ങളും മുറിച്ചിടിനാൻ. അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ടുത്തുങ്ക പാദങ്ങളും മുറിച്ചിടിനാൻ. വക്ത്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്രികൾ വായിൽ നിറച്ചു രഘൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോരസ്ത്രമേതുത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണിതു ദേഹവുമന്നേരം. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യകയക്ഷ ഭുജംഗഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിം പുരുഷന്മാരും പന്നഗതാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമമവ്യയം. ചിൽപുരുഷം പുരുഷോത്തമമദ്വയം. അങ്ങനെ മഹാരാക്ഷസനായ കുംഭകർണനെ രാമൻ വധിക്കുകയാണ്. ഈ ഭാഗത്ത് ഇന്നത്തെ പാരായണം ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. Thank you.